കാസർഗോഡ് മൊഗ്രാൽ സ്വദേശി അബ്ദുൽ സലാമിനെ കഴുത്തറുത്ത് അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവിനും പിഴയും ശിക്ഷ വിധിച്ചു. കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജാണ് വിധി പ്രസ്താവിച്ചത്. സലാമിനെ കൊലപ്പെടുത്തിയ ശേഷം പ്രതികൾ തല വെട്ടിയെടുത്ത് കാലുകൊണ്ട് പന്തുപോലെ തട്ടിക്കളിച്ച് മറ്റൊരു പറമ്പിൽ കൊണ്ടിട്ടുവെന്നാണ് കുറ്റപത്രം. 2 പ്രതികളെ കോടതി വെറുതെ വിട്ടു. കൊട്ടൂരി മൂലയിലെ അബ്ദുൽ സലാമിനെ മൊഗ്രാൽ മാളിയങ്കര കോട്ടയിൽ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷാവിധി. കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ വീതം പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. കുമ്പള ബദരിയ നഗറിലെ അബൂബക്കർ സിദ്ദിഖ് എന്ന മാങ്ങാമുടി, പേരാൽ സ്വദേശികളായ ഉമർ ഫാറൂഖ്, നിയാസ്, പെർവാഡിലെ സഹീർ, ആരിക്കാടി ബംബ്രാണയിലെ ഹരീഷ്, മൊഗ്രാൽ മാളിയങ്കര കോട്ടയിലെ ലത്തീഫ് എന്നിവരെയാണ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ പ്രിയ ശിക്ഷിച്ചത്. പിഴത്തുകയിൽ 2 ലക്ഷം രൂപ പരിക്കേറ്റ നൌഷാദിനും 6 ലക്ഷം രൂപ കൊല്ലപ്പെട്ട അബ്ദുൽ സലാമിന്റെ കുടുംബത്തിനും നൽകണമെന്നും വിധിയിൽ പറയുന്നു. കേസിൽ 2 പ്രതികളെ വെറുതെ വിട്ടു. 143, 147, 148, 341, 324, 326, 307, 302 റെഡ് വിത്ത് 149 IPC പ്രകാരമാണ് ശിക്ഷിച്ചിട്ടുള്ളത്. അതായത് 143, 147, 148 ഇതിൽ 3 മാസം കഠിന തടവ്. ബാക്കിയുള്ളത് 326, 307 പ്രകാരം 326 2 വർഷം കഠിന തടവും 25,000 രൂപ വീതം ഫൈനും, 307 5 വർഷം കഠിന തടവും 25,000 രൂപ ഫൈൻ, 302 വകുപ്പ് പ്രകാരം ലൈഫും ഓരോ ലക്ഷം വീതം ഫൈനുമാണ് ഈച്ച്. അതായത് അതിൽ പരിക്ക് പറ്റിയ നൌഷാദ് എന്ന് പറയുന്നവർക്ക് 2 ലക്ഷം രൂപയും അതേപോലെ തന്നെ മരണപ്പെട്ട സലാമിൻ്റെ കുടുംബത്തിന് 6 ലക്ഷം രൂപയും കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത്. ഇതിൻ്റെ ആദ്യകാലം FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ജയശങ്കർ SI ആയിരുന്നു, കുമ്പള SI. അന്വേഷണം നടത്തിയിട്ടില്ലേ മനോജ്, VB മനോജും സംഘവുമാണ് അന്വേഷണം നടത്തിയ കുറ്റപത്രം സമർപ്പിച്ച VB മനോജാണ്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളൊക്കെ മുഖവിലക്കെടുത്ത് കോടതി അത് ശരിയാണെന്ന് കണ്ടെത്തുകയും നല്ലൊരു വിധി പറയുകയുണ്ടായി. അതിലിപ്പം 1 മുതൽ 6 വരെ പ്രതികളെയാണ് ലൈഫ് ഇംപ്രിസൺമെൻറ്റിന് ശിക്ഷിച്ച്, ബാക്കി 2 പേരെ വെറുതെ വിടുകയും തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്നതാണ് കോടതി പറഞ്ഞിട്ടില്ല. പ്രോസിക്യൂഷൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഒരു വിജയമാണ് ഇന്നത്തെ വിധി. വളരെ നല്ല വിധിയാണ് വന്നിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ഈ ഗുണ്ടായിസത്തിനെതിരെയുള്ള ശക്തമായ ഒരു വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. മറ്റു കൂടുതലാണ്. ഓക്കെ. 2017 ഏപ്രിൽ 30 കേസിനാസ്പദമായ സംഭവം. BJP പ്രവർത്തകനായ ദയാനന്ദനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ കുമ്പള പേരാൽ റോഡിലെ സിദ്ദിഖിന്റെ മണൽ ലോറി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതും വീട് കയറി കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയതുമാണ് സിദ്ദിഖിനെയും കൂട്ടാളികളെയും ക്രൂരമായ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. അതിക്രൂരമായാണ് അബ്ദുൽ സലാമിനെ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. തല ഉടലിൽ നിന്നും വെട്ടിയെടുത്ത് കാലുകൊണ്ട് പന്ത് പോലെ തട്ടിക്കളിച്ച് മറ്റൊരു പറമ്പിൽ കൊണ്ടിട്ടുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. സലാമിന്റെ കൂടെയുണ്ടായിരുന്ന ബദരിയ നഗറിലെ നൌഷാദിനും കുത്തേറ്റിരുന്നു. ഉമർ ഫാറൂഖ് 2 കൊലപാതക കേസുകളിൽ പ്രതിയാണ്. 2014 മാർച്ച് 27 കുമ്പള മുൻ പഞ്ചായത്ത് അംഗം അഹമ്മദിന്റെ മകൻ ഷഫീഖിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട അബ്ദുൽ സലാം. മണലെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അന്ന് ഷഫീഖിന്റെ കൊലയ്ക്ക് കാരണമായത്. ഈ കേസിൽ ജയിലിലായിരുന്ന സലാം പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു. 53 സാക്ഷികളാണ് കേസിലുണ്ടായിരുന്നത്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തികളും രക്തം പുരണ്ട വസ്ത്രങ്ങളുമടക്കം 16 തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കുമ്പള CI ആയിരുന്ന ഇപ്പോഴത്തെ ബേക്കൽ DYSP VB മനോജാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.